അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഹിമല്ലാഹു റജുലാ, ഒരു മനുഷ്യനെ അല്ലാഹു കരുണ ചൊരിയട്ടെ. ഇങ്ങനത്തെ മനുഷ്യനാണ് ഫസഹലിയഹി, തന്റെ സഹോദരന് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്ത ഒരാൾ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട മനുഷ്യനെ പിടിച്ചവിടെ ഇരുത്താനുള്ള മനസ്സ് കാണിച്ച ഒരാൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരും ഗൗരവത്തോടെ ആരും വന്നിട്ട് ഒരു ഉത്തരവോടെ ഒരു കൽപ്പന പോലെ ഒരാളെ എഴുന്നേൽപ്പിച്ചവിടെ ഇരിക്കാൻ പാടില്ല. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. എഴുന്നേറ്റ് വന്ന് നിന്റെ ദുഷ്ടചിന്തയോടെ അല്ലെങ്കിൽ നിന്റെ ഏറ്റവും നല്ല സൗകര്യപ്പെടുത്തി കൊടുക്കുന്നവന് വലിയ പ്രതിഫലമുണ്ടെന്ന് പഠിക്കുമ്പോൾ ഈ മറുവശം കൂടി നമ്മൾ ചിന്തിക്കുക. ഒരു മനുഷ്യൻ ദാഠ്യത്തോടെ അഹങ്കാരത്തോടെ ഉത്തരവിട്ടുകൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ട് എഴുന്നേൽക്കടാ, ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ കയറിയിരിക്കാൻ ഇസ്ലാം പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യഖ്മുർ റജുലു റജുല മിൻ മജ്ലിസിഹി ഫയജ്ലിസു ഫീഹി, ഒരാൾ മറ്റൊരാളെ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ ഇരിക്കാൻ പാടില്ല. ഒരാളെയും അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ കയറി ഇരിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വലാകിന തഫസ്സഹു തവസ്സഉ, നിങ്ങളൊന്ന് സൗകര്യപ്പെടുത്തി കൊടുക്കുക, ഒന്ന് വിശാലമായ സ്ഥലമൊന്ന് കൊടുക്കുക, അവരൊന്ന് ഇരിക്കട്ടെ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ ചിന്തിക്കണേ. ഒരു സ്ഥലത്തും മാറ്റി നിർത്താൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നില്ല. ഒരാളെയും മാറ്റി നിർത്താൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നില്ല. ഒരു മജ്ലിസിലേക്ക് കടന്നു വരുന്ന ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനെയും ചേർന്നിരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുമ്പോ ഇത് ഇസ്ലാമിക സംസ്കാരമായി ഒന്നാമതായി ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുമ്പോ